നമസ്കാരം. തിരുവനന്തപുരത്ത് BJP വളരെ ആസൂത്രിതവും ശക്തവുമായ രീതിയിൽ പ്രവർത്തനം നടത്തി എന്നുള്ളത് വാസ്തവമാണ്. അത് യഥാർത്ഥത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ, വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും അമിത്ഷായും അടങ്ങിയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമാണ് കേരള BJP പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ പാർട്ടി അധ്യക്ഷനായിട്ട് കേരളത്തിലേക്ക് വിട്ടത്. രാജീവ് ചന്ദ്രശേഖർ വളരെ ആസൂത്രിതമായി ഓരോ മണ്ഡലത്തിലെയും ഓരോ പ്രദേശത്തെയും ഒക്കെ വോട്ടുകളുടെ കണക്കും അവിടുത്തെ സാമൂഹിക സ്ഥിതിയും എല്ലാം ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് തന്നെ പഠനം നടത്തി ഒരു മികച്ച പ്രവർത്തനം നടത്തി. അതിൻ്റെ ഫലം കൂടിയാണ് BJP തിരുവനന്തപുരം നഗരസഭയിൽ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു നെഗറ്റീവ് വോട്ട് എന്ന് പറയാവുന്ന രീതിയിൽ, അതായത് ഈ ആര്യ രാജേന്ദ്രൻ എന്ന മേയറിലൂടെ തിരുവനന്തപുരം നഗരവാസികൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ പരീക്ഷണത്തെ ആയിരുന്നു ആര്യ രാജേന്ദ്രനിലൂടെ തിരുവനന്തപുരം നിവാസികൾ നേരിട്ടത്. അത് 5 വർഷം മുമ്പ് ആര്യ രാജേന്ദ്രൻ അവിടെ മേയറായിട്ട് വരുമ്പോൾ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും അത് ശ്രദ്ധ നേടി. അതോടൊപ്പം തന്നെ വനിതയാണ്. അതോടൊപ്പം തന്നെ പുതിയ പരീക്ഷണം, ചുരുക്കി പറഞ്ഞാൽ LDF ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു പുരോഗമന സമീപനം എന്ന രീതിയിലാണ് ഒരു പുതിയ നറേറ്റീവ്, ഒരു പുരോഗമനത്തിന്റെ CPMന്റെ ഒരു നറേറ്റീവായിട്ടാണ് ആര്യ രാജേന്ദ്രനെ അവിടെ മേയറായിട്ട് കൊണ്ടുവരുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവിടെ ആര്യ രാജേന്ദ്രന് പിന്നീട് നാം കാണുന്നത് വെറും ഒരു പാവ മേയറായിട്ടാണ്. സ്വാഭാവികമായിട്ടും CPMന്റെ ഏത് പ്രതിനിധി അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നിടം വരെ പാർട്ടിയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു നിയന്ത്രണം എപ്പോഴും ആ അധികാര കസേരയിൽ ഇരിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ മേയറിലും സ്വാഭാവികമായിട്ട് ആ ഒരു നിയന്ത്രണം പാർട്ടിയുടേതുണ്ടായിരുന്നു. പാർട്ടി തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ഭരിച്ചത്. എല്ലാ നിർദ്ദേശങ്ങളും ശിരസ വഹിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഭരണം നിർവഹിക്കുകയും ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഒരു കരാർ അടിസ്ഥാനത്തിൽ അവിടെ നിയമിക്കേണ്ട ചില ജീവനക്കാരെ, അത് ആരെയൊക്കെയാണ് തീരുമാനിക്കേണ്ടത് അല്ലെ ആരെയൊക്കെയാണ് നിയമിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിക്കുള്ള കത്ത്, മേയറുടെ കത്ത്, അത് പുറത്തു വരികയും അത് പിന്നീട് വലിയ വിവാദമാവുകയും അതൊടുവിൽ അത് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലം എന്താണെന്ന് ഇനിയും നമ്മൾ അറിഞ്ഞിട്ടില്ല. കാരണം അത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു, അതിൻ്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു തോന്നുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അന്ന് ഈ കത്ത് താൻ എഴുതിയതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ അവസാനം തടി തപ്പിയതും അതിനെ തുടർന്നിട്ടാണ് സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതുമൊക്കെ. അപ്പൊ ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനങ്ങൾക്കും വായിക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം അറിയാം എന്തായിരിക്കും സംഭവിച്ചത്. അവിടെയും ഒരു കണ്ണിൽ പൊടിയിടുന്ന പ്രക്രിയയിലൂടെ ആ സംഭവത്തെ അതിജീവിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന ഒട്ടേറെ സന്ദർഭങ്ങളിലൊക്കെ ആര്യ രാജേന്ദ്രനിലൂടെ നാം കാണുന്നത് ഒരു ധാർഷ്ട്യത്തിന്റെ സ്വരവും പെരുമാറ്റവും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോലെയായിരുന്നു രാത്രിയിൽ പിന്നാലെ വന്ന KSRTC ബസ്സിലെ ഡ്രൈവർ യദു രാത്രിയിൽ തനിക്ക് നേരെ സ്ത്രീകളെ നോക്കി, അല്ലെങ്കിൽ മുൻപിലെ കാറിലുണ്ടായിരുന്ന തന്നെ നോക്കി ലൈംഗിക ചുവയോടുകൂടിയുള്ള ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പാളയത്ത് വന്ന് ബസ് തടഞ്ഞു നിർത്തി ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സജിൻ ദേവും കൂടെ വന്നിട്ട് ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് കേരളം കണ്ട കാഴ്ചയാണ്. അതിനുശേഷം ഡ്രൈവർ യദു അറസ്റ്റിലാവുന്നതും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരപരാധിത്വത്തിൻ്റെ ആ അവസ്ഥയും എല്ലാം നാം കണ്ടാണ്. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. അത് കേരളത്തിന് മുമ്പിലുള്ള ഒരു കഥയാണ്. അതുപോലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആ ഒരു സംഭവത്തെ യഥാർത്ഥത്തിൽ ഒരു സാമാന്യമായ ഒരു പൊതുബോധമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അതിനെ ഇത്ര ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു വിഷയം ആക്കാതിരിക്കാൻ ശ്രമിക്കും.
പക്ഷേ ആര്യ രാജേന്ദ്രൻ ചെയ്തത് ആ ഒരു സംഭവത്തെ വളരെ എന്തോ മെച്ചപ്പെട്ട, അതല്ലെങ്കിൽ പ്രതികരണശേഷിയുള്ള ഒരു വനിതയുടെ ധീരമായ പ്രവൃത്തി പോലെയൊക്കെയാണ് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആര്യ രാജേന്ദ്രൻ അവതരിപ്പിക്കുന്നത്. കാരണം സ്ത്രീകളുടെ നേരെ ഇത്തരം ലൈംഗിക ചവയോടുകൂടി ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കണ്ടേ, പ്രതികരിച്ചില്ലെങ്കിൽ ചോദിക്കും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പതിവ് CPM ശൈലിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ കാണുകയുണ്ടായി. ഇതിലൂടെ എല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് ഈ ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ ധാർഷ്ട്യവും അധികാരം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ദുർവിനിയോഗ പ്രവണതയും അതിൻ്റെ എന്തും തങ്ങൾക്കാകാം എന്നുള്ളതിൻ്റെ ഒരു ഹുങ്കൊക്കെയാണ്. ഇപ്പം MLAയും മേയറും കൂടെ പാളയത്തെ പൊതു റോഡിൽ വന്ന് KSRTC ബസ് തടഞ്ഞിട്ടിട്ട് ഡ്രൈവറെ ശകാരിക്കുകയും അയാളെ പുലഭ്യം പറയുകയൊക്കെ ചെയ്യുന്നത് അത് എന്തോ ഒരു അവകാശം പോലെയാണ് ചെയ്തത്. പക്ഷെ അതിനെ തുടർന്നിട്ടുള്ള നടപടികളും ഒക്കെ നാം കണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ജനഹൃദയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണവും കൂടിയാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്ര ദയനീയമായ രീതിയിൽ ഒരു പരാജയം ഏറ്റുവാങ്ങാൻ LDFനെ അല്ലെങ്കിൽ വിശേഷിച്ചും CPMനെ പരുവപ്പെടുത്തിയത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.